ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള സാബുദാന വടയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി നമ്മൾ സാബുദാന വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് സാബുദാന, ഫ്രഷ് ആയിട്ടുള്ള സാബുദാന എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഇതിൻ്റെ എക്സ്ട്രാ സ്റ്റാർച്ചെല്ലാം കളയാൻ വേണ്ടി നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ച് 8 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. അതിനുശേഷം കുതിർത്തിയെടുത്ത സാബുദാനയാണിത്. ഇതൊരു വലിയൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഇതിൽ ചേർക്കാനുണ്ട്. 2 ചെറിയ പൊട്ടറ്റോ വേവിച്ച് മാഷ് ചെയ്തെടുത്താണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വറുത്ത നിലക്കടല ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അവസാനം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുളകളാക്കി നമുക്ക് വടയുടെ ഷേപ്പിലാക്കി നമുക്കിതെല്ലാം വട ഉണ്ടാക്കിയെടുക്കാം. ഇനി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോ വടകളായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ വെക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം കരിഞ്ഞു പോവും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു ബാച്ച് വട റെഡി ആയിട്ടുണ്ട്. അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വടയെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റും അതുപോലെ നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം. സോസിൻ്റെ കൂടെയോ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.